ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ വധശ്രമ കുറ്റം ചുമത്തണമെന്ന് AD തോമസ് MLA 24-നോട്. അന്വേഷണം അട്ടിമറിക്കാൻ ഇടപെട്ട ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും AD തോമസ് 24-നോട് പറഞ്ഞു. SIT റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് മർദ്ദനത്തിനിരയായ AD തോമസ് MLA അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിലെ മൊഴി രേഖപ്പെടുത്തി എത്രയും വേഗം റിപ്പോർട്ട് കൈമാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു, ഗൺമാൻ അനിൽകുമാറിനും സന്ദീപിനും അപ്പുറം 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതാണ്. അവരെ കൂടി പ്രതി ചേർത്തതിൽ വലിയ സന്തോഷമുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ നീതിപൂർവമായ ഒരു നടപടി എത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇതിന് കൂട്ടുനിന്ന ADGP അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ADGP അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് എൻ്റെയും അജയ് ജോൽ കുര്യാക്കോസിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം. അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ആർക്കൊക്കെ പരാതി നൽകും? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ നേരിട്ട് പരാതി നൽകും. അതുപോലെ തന്നെ ഈ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചേർക്കുമെന്നാണ് പ്രതീക്ഷ? കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചുമത്തി ഇവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മുൻകൂർ ജാമ്യത്തിനു കൂടി ഈ പ്രതികൾ ശ്രമിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അത് അവരുടെ ഒരു അവകാശമാണ്. അവരത് ശ്രമിക്കട്ടെ. പക്ഷേ മാതൃകാപരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്തായാലും ഇവിടം കൊണ്ടൊന്നും ഈ കേസ് നിൽക്കില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് പോകുന്നത്. കൂടുതൽ നടപടികളിലേക്ക് AD തോമസ് അടക്കമുള്ളവർ പോകുന്നു. SITയും അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു. ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.